നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓട്സ് ഉപ്മ ആണ്. നമ്മൾ സാധാരണ റവ വെച്ചിട്ടൊക്കെ ഉപ്മാവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചറും ടേസ്റ്റും ഡിഫറെൻ്റ് ആണ്. അതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഉപ്മ ആണിത്. ഇപ്പോൾ ഈ ഉപ്മ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണേ. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് ഓട്സിന് ഞാൻ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ റോൾഡ് ഓട്സ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് സാധാരണ ക്വിക്കായിട്ടുള്ള ഓട്സിനേക്കാളും കുറച്ചുകൂടി ടൈം എടുക്കും വേവാൻ. ഇപ്പം നിങ്ങൾ ക്വിക്ക് ഓട്സ് ആണ് എടുക്കുന്നതെങ്കിൽ 1.5 കപ്പ് ഓട്സിന് 3/4 കപ്പ് വെള്ളം മതിയാവും. എത്ര എടുക്കുന്നു അതിൻ്റെ നേരെ പകുതിയാണ് ക്വിക്ക് ഓട്സിന് എടുക്കുന്നത്. റോൾഡ് ഓട്സിന് എത്ര കപ്പ് എടുക്കുന്നു അതേ സെയിം വെള്ളമാണ് ഇതിനെടുക്കുന്നത്. ഇനി ഒരു ചെറിയ സവാള ഇതേപോലെ ചോപ്പ് ചെയ്തത്, ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, ഗ്രീൻ പീസ്, കറിവേപ്പില, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക്, ഒരു നാരങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കായപ്പൊടി, കടുക്, ഉഴുന്നുപരിപ്പ്, ജീരകം. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ഓട്സ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മളുടെ ഈ ഓട്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഇതെപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതെനിക്കിപ്പോൾ ഒരു 4-5 മിനിറ്റ് കൊണ്ട് ഇതേപോലെ ഡ്രൈ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് ഒരുപാട് അങ്ങ് തിക്കായിട്ട് പോകാനും പാടില്ല. ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഈ സ്മെല്ലൊന്ന് ചേഞ്ച് ആകുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ ഓട്സാണ് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത ഈ ഓട്സിലാണ് നമ്മൾ ഉപ്മ റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഉപ്മ റെഡിയാക്കാനായി ഒരു പാൻ ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉഴുന്ന് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് കടലപ്പരിപ്പും വേണമെന്നുണ്ടെങ്കിൽ കശുവണ്ടിയോ അതല്ലെങ്കിൽ കപ്പലണ്ടിയോ ഒക്കെ ചേർക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഉഴുന്നൊക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ സവാളയൊക്കെ ഒന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് വെജിറ്റബിൾസ് വെച്ചിട്ടും ഈ ഉപ്മ റെഡിയാക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ക്യാരറ്റും ഗ്രീൻ പീസും ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് ബീൻസ് ചേർക്കാം. അതേപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണോ അതിനനുസരിച്ച് നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഇതിൽ പുളിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ തക്കാളി വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ എനിക്ക് തക്കാളിയെക്കാളും ഇതിൽ കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കുറച്ച് നാരങ്ങ ലാസ്റ്റിൽ പിഴിഞ്ഞൊഴിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഞാനിവിടെ തക്കാളി എടുക്കുന്നില്ല. ഇനി ഈ ക്യാരറ്റും നമ്മുടെ ഗ്രീൻ പീസും ഒക്കെ ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. ഈ കായപ്പൊടി നമ്മളുടെ ഉപ്മയ്ക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കൊടുക്കും കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം.
നിങ്ങൾ ഈ മുളക് പൊടിയും പച്ചമുളകും ഒക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. നല്ല എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇതിൽ ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ പൊടികളുടെയൊക്കെ ഒരു പച്ച മണം പോകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഈ പൊടികളുടെയൊക്കെ മണമൊക്കെ ഒന്ന് പോയിട്ട് നല്ല പോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പം ഞാൻ ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു 3 മിനിറ്റ് ആയിട്ടുണ്ടേ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നമ്മുടെ ഈ ക്യാരറ്റും ഗ്രീൻ പീസും ഒക്കെ ആവശ്യത്തിനൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരുപാട് വെന്ത് കുഴഞ്ഞൊന്നും പോകണ്ട. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് ഓട്സിന് 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഇത് റോൾഡ് ഓട്സ് ആയതുകൊണ്ട് ഞാനിതിന് 1.5 കപ്പ് എടുത്തത്. ക്വിക്ക് ഓട്സ് ആണെങ്കിൽ നിങ്ങളിതിൽ 3/4 കപ്പ് എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഉപ്പ് ഒരല്പം കൂടി നിൽക്കണം. ഒരുപാട് കൂടരുത്, ഒരല്പം കൂടി നിൽക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ ഉപ്മാവിൻ്റെ കറക്റ്റായിട്ടുള്ള ഉപ്പ് കൃത്യമായിട്ട് വരുള്ളൂ. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഓട്സ് ഇട്ട് കൊടുക്കാം. ഈ ഓട്സ് ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതൊരു 2-3 മിനിറ്റ് നമുക്ക് ഇതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ഓട്സിലേക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് അബ്സോർബ് ആവും. അപ്പോൾ ഇത് ചെയ്യാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മുടെ ഈ പച്ചക്കറിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയം മാത്രം മതി. ഇപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ജസ്റ്റ് ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലൊന്ന് അബ്സോർബ് ആയിട്ട് നമ്മുടെ ഈ ഓട്സിൻ്റെ ടെക്സ്ചർ ഉപ്മാവിന് കൃത്യമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇതിങ്ങനെ വേവിക്കുമ്പം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. ഇതിപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളമൊക്കെ പെർഫെക്റ്റായിട്ട് കറക്റ്റായിട്ട് ഇതിൽ അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി ഇതാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട്. നമുക്കിതിലൊരു അരമുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഈ നാരങ്ങയുടെ നീരൂടി ഇതിലേക്ക് വരുമ്പോഴത്തേക്കുണ്ടല്ലോ കറക്റ്റായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറുകയാണ്. നല്ല കിടുക്കാച്ചൊരു ടേസ്റ്റിലേക്ക് നമ്മളുടെ ഈ ഓട്സ് ഉപ്മ ഈ ഒരു നാരങ്ങയുടെ നീരിൻ്റെ ടേസ്റ്റൂടെ വരുമ്പോൾ മാറുന്നുണ്ടേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ കട്ട് ചെയ്ത് ചേർക്കാം. നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ നമ്മളുടെ ഈ ഉപ്മ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതിൻ്റെ ടെക്സ്ചർ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതൊട്ടും കുഴഞ്ഞും പോയിട്ടില്ല, വേവാതെ ഇരുന്നിട്ടില്ല. നമ്മളുടെ ഓട്സൊക്കെ കൃത്യമായിട്ട് വെന്തിട്ട് ഒന്നിൽ തൊടാതെ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓട്സ് ഇഷ്ടമില്ലാത്തവർക്ക് കൂടെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കിടുക്കാച്ചി റെസിപ്പിയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഓട്സ് ഉപ്മ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. ഞാൻ ഈ ഡയറ്റൊക്കെ എടുക്കുന്ന സമയത്ത് എപ്പോഴും ചെയ്ത് നോക്കുന്ന ഒരു റെസിപ്പിയാണ് ഈ ഓട്സ് ഉപ്മാവും ഓട്സ് പുട്ടും ഒക്കെ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. പിന്നെ ഇതുണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൂടെ എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാൻ വേണേ.